പറഞ്ഞ് നീ അനീഷും അനുമോളും തമ്മിൽ ലവ് ട്രാക്ക് എങ്ങാനും വർക്കൗട്ട് ആയിട്ടുണ്ടോ? നമ്മുടെ ഷാനവാസികയ്ക്ക് ചെറുതായിട്ട് ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനുമോള് ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസേ എന്താണ് ബിഗ് ബോസേ എന്നെ മാത്രം ഇവിടെ ആരും ക്യാപ്റ്റൻ ആക്കാത്തത്? എന്തോ വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മാത്രം ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടില്ല, ബാക്കി എല്ലാവരും ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ബിഗ് ബോസേ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ അനുമോളും അനീഷേട്ടനും കുറേ പരിപാടികൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പം നടന്നു കഴിഞ്ഞു. കുറച്ചൊക്കെ ഞാൻ മിസ്സാക്കി കളഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ജയിൽ നോമിനേഷനുടെ മിസ്സായി പോയിടെ, കാണാൻ പറ്റിയില്ല. ജയിൽ നോമിനേഷൻ ഗംഭീരമായിരുന്നതൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അനുമോളെയും കണ്ട് സാബുമാൻ വച്ച് കീറിയെന്നോ എന്തൊക്കെയോ വലിയ മുട്ടൻ ഡയലോഗ് അടിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് അനുമോളെ, നിന്നെ പറ്റി കുറെ കാര്യങ്ങൾ എനിക്കറിയാം, ഞാനങ്ങ് പറഞ്ഞു കളയും എന്നൊക്കെ സാബുമാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ല, അങ്ങനെ സാബുമാൻ എന്തെങ്കിലും അറിയാമെങ്കിൽ അങ്ങ് പറ. ഈ പറഞ്ഞു കളയും എന്ന് പറഞ്ഞെന്തിനാ പേടിപ്പിക്കുന്നേ? അനുമോള് ചെറുതായിട്ട് പേടിച്ചിട്ടും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മുടെ അക്ബർക്കായൊക്കെ പിടിച്ചിരുത്തിയിട്ട് മറ്റേ അന്നത്തെ ആ കേസുണ്ടല്ലോ, ഏതാ നമ്മുടെ അനുമോള് പറഞ്ഞ ഒരു പരാമർശം, ഈ ബസ്സിൽ നിൽക്കുമ്പം കാണിക്കുന്ന പരിപാടി പോലെയാണ് അക്ബർ കാണിച്ചതെന്ന് പറഞ്ഞ മറ്റേ ടാസ്കിൻ്റെ ഇടയ്ക്ക്. അപ്പം അതൊക്കെ ഇന്നും അക്ബറിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. സംസാരിച്ചത് കോംപ്രമൈസ് ആയിട്ടുണ്ട്. അപ്പം അക്ബർ കാക്കൈ വലിയ താല്പര്യമൊന്നും ഇല്ല പറഞ്ഞങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാനൊന്നും. പിന്നെ തൊട്ടിപ്പുറം നമ്മുടെ നെവിനും ഇരിപ്പുണ്ട് കേട്ടോ. നെവിൻ പറയുന്നുണ്ട്, വിടറ കഴിഞ്ഞില്ലടാ എന്താടാ എന്നൊക്കെ പറഞ്ഞ് നെവിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഗെയിം. നെവിൻ നല്ല കുഞ്ഞാണല്ലോ, ഈ ആഴ്ച സുന്ദര കില്ലാടിയാണല്ലോ. കാരണം അങ്ങനെ നിന്നില്ലെങ്കിൽ പണി പാളും എന്ന് നെവിന് മനസ്സിലായിട്ട്, അതുകൊണ്ടാണ് ഇത്തിരി നീറ്റായിട്ടുള്ള ഒരു എൻ്റർടൈനർ ആയിട്ട് നെവിൻ ഈ ആഴ്ച അങ്ങോട്ട് നിൽക്കുന്നത്. അപ്പോൾ അനീഷേട്ടൻ്റെ പുറകെ നമ്മുടെ അനുമോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നോമിനേഷൻ അവിടെ നടക്കുന്നുണ്ടെന്ന്. അത് വേറൊന്നുമല്ല, ഏത് നോമിനേഷനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ക്യാപ്റ്റൻസിക്കുള്ളതായിരുന്നു. എല്ലാവരും നെവിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അടുത്ത ക്യാപ്റ്റൻ നെവിനാണ്. ഓക്കെ, അപ്പം അത് കഴിയുമ്പോഴാണ് നമ്മുടെ അനുമോള് ബെഡ്റൂമിൽ വന്നു നിന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നത്, ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ്, ഞാൻ മാത്രം ഇവിടെ ക്യാപ്റ്റനായില്ല, എല്ലാവരും ക്യാപ്റ്റനായി, ഞാൻ മാത്രം എന്താ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആവാത്തെന്നുള്ള ചെറിയ പരാതിയൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ അക്ബർ അനുമോളിൽ രണ്ടുപേരും കൂടെ ഇരുന്ന് കുറേ നേരം കഥയൊക്കെ പറയുന്നുണ്ട്. മാക്സിമം പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആക്കിയ രീതിയിലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷേട്ടനും ആദിലയും കൂടെ ഇരുന്ന് മറ്റേ പടം വരച്ചുകൊണ്ടിരിക്കുക ചെറിയ തോതിൽ. അപ്പം അത് ഇവരുടെ ചെറിയ ചെറിയ രസകരമായിട്ടുള്ള കോൺവെർസേഷൻ. അതിൻ്റെ ഇടയ്ക്കിലേക്ക് നമ്മുടെ ഷാനവാസിക്ക് വന്നിരിപ്പുണ്ട്. പിന്നെ 3 പേരും കൂടെ ആയിരുന്നു കഥ പറച്ചിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുമോളും കൂടെ അവിടോട്ട് വന്നിരുന്ന ഉടനെ അനീഷേട്ടൻ എണീറ്റങ്ങ് പോയി. അനീഷേട്ടൻ എന്തിനാ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്? എൻ്റെ അനീഷേട്ടാ, ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. ഇതുവരെയായിട്ടും ആദില, ഷാനവാസിക കുറേ തവണ ആദിലോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം. കാരണം അനുമോൾ അവിടെ വന്നിരിക്കുമ്പോൾ അനീഷ് എണീറ്റ് പോകുന്നു. എന്നിട്ട് അനീഷേട്ടൻ നമ്മുടെ പുറത്ത് മറ്റേ ഊഞ്ഞാലുണ്ടല്ലോ അവിടെ പോയിരിക്കുക. അവിടെ പോയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനുമോള് നേരെ അവിടെ പോയിരിക്കുന്നുണ്ട്. അവിടെ പോയിരിക്കുന്നിട്ട് അനീഷേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അനീഷേട്ടൻ പറയുന്നു, എനിക്കൊന്നും സംസാരിക്കാനില്ല, എനിക്ക് ഒരു കാര്യവും കേൾക്കാനില്ല, എനിക്കൊരു കാര്യം പറയാനും ഇല്ല, ദാറ്റ്സ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അനീഷേട്ടന് അനുമോൾക്ക് ഓപ്പോസിറ്റ് നിൽക്കാനായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നോ ഇതെനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ജയിൽ നോമിനേഷനിൽ അനീഷേട്ടൻ അനുമോളുടെ പേര് പറഞ്ഞു എന്നൊക്കെ കേട്ടു. അതും വലിയ സില്ലി റീസൺസ് ആയിരുന്നു, വലിയ ഗംഭീരമായിട്ടുള്ള റീസൺസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻസിക്ക് അനുമോള് നമ്മുടെ അനീഷേട്ടൻ്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളും പറയുന്നുണ്ട്. അനീഷേട്ടനെ ഹെൽപ്പ് ചെയ്തു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോള് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അനീഷേട്ടൻ നേരെ ജയിൽ നോമിനേഷനിൽ പിടിച്ച് അനുമോളെ അങ്ങോട്ട് ഇട്ടു. അതാണ് എൻ്റെ ഒരു സംശയം. ഓപ്പോസിറ്റ് നിന്ന് ഇത്രയും ദിവസവും നിങ്ങൾ അനീഷിൻ്റെ ഗെയിം ശ്രദ്ധിച്ചോ? ഇതിപ്പം ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പുള്ളി ജെനുവിനായിട്ട് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും പുള്ളി അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും പുള്ളിയുടെ ഗെയിം പോകുന്ന ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം അനുമോൾക്ക് ഓപ്പോസിറ്റ് എല്ലാവരും നിന്ന് കളിച്ചപ്പോൾ അനീഷേട്ടൻ നേരെ അനുമോളുടെ കൂടെ കയറി നിന്നു. ഇപ്പോൾ അനുമോളുമായിട്ട് എല്ലാവരും ഒന്ന് ടാക്കിളായി സംസാരിച്ച് പാതില നൂറ ഇന്ന് രാവിലെ അനുമോളുടെ അടുക്കെ നമ്മുടെ അനീഷേട്ടൻ ഈ ഒരു സ്നേഹം പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രേമം പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ ആദിലോട് പോയി സംസാരിക്കുന്നു, നൂറയോട് സംസാരിക്കുന്നു. ഇപ്പോൾ അവർ 3 പേരും പട്ടായ ഗേൾസ് സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട്. 3 പേര് ഇപ്പം ജോയിൻ ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അനീഷേട്ടൻ നേരെ അനുമോൾക്ക് ഓപ്പോസിറ്റ് വന്നു. ഷാനവാസിക്ക അനുമോളുടെ കൂടെ ഉണ്ട്. ഇപ്പം എല്ലാവരും, നെവിനാണെങ്കിൽ പോലും ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും അനുമോളുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അനീഷേട്ടൻ നേരെ ഓപ്പോസിറ്റ് പോയി. ഇത് പുള്ളി അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമാണോ? എന്താണെങ്കിലും, അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അനീഷേട്ട താങ്കൾ ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പിടിയും കിട്ടുന്നില്ല ഈ മനുഷ്യനെ. സത്യമായിട്ട് എനിക്ക് മനുഷ്യനെ പിടി കിട്ടുന്നില്ല. കാരണം ഇയാൾ ഗെയിം കളിക്കുന്നതാണോ ജെനുവിനായിട്ടാണ് ആ സ്നേഹം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷെ നമുക്കൊന്നും
ഒരു ഗെയിമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് 101% ഇത് തന്നെ ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കത് പറയാൻ സാധിക്കുന്നില്ല, ഞാൻ പറയുന്നുമില്ല. പക്ഷേ ചില ചില സാഹചര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അനിമോൾ കുറേ തവണ ഇന്ന് ചെല്ലുന്നുണ്ട് പുറകെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ ഇനി അനിമോൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അനിമോൾ എന്തിനാ അത് ചെയ്യുന്നത്? അനിമോൾക്ക് കണ്ടന്റ് വേണം. അതിനകത്ത് അനിമോളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അനിമോൾക്ക് കണ്ടന്റ് വേണം. അനീഷേട്ടന് പക്ഷേ ഇനി ആ സാധനം സംസാരിക്കേണ്ട. അനീഷേട്ടൻ ഇടേണ്ട സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കോണ്ടന്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി പുള്ളി മിണ്ടാതിരുന്നാൽ മതി. പുള്ളിയുടെ പുറകെ വരും കോണ്ടന്റ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? ആ കോണ്ടന്റ് ആണ് അനിമോള് പുറകെ നടപ്പുണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട്. അനിമോള് നമ്മുടെ അനീഷേട്ടൻ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ചില ആളുകൾ നല്ല ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നത് കേട്ടു, അനിമോൾ എന്തിനാണ് അനീഷേട്ടനെ ഒരുപാട് പുള്ളി ഇത്തിരി സ്നേഹം കാണിക്കുന്ന രീതിയിലൊക്കെ അനിമോൾ നിന്നിട്ടുണ്ട്. അത് അത്ര വലിയ തെറ്റൊന്നുമില്ല. ചില ആൾക്കാർ ആ ഒരു സ്നേഹത്തെ ചിലപ്പോൾ പെങ്ങളുടെ സ്നേഹമായിട്ട് കാണും, നല്ലൊരു ഫ്രണ്ടിന്റെ സ്നേഹമായിട്ട് കാണും. ചില ആളുകൾക്ക് അത് വേറെ രീതിയിലോട്ട് ഇപ്പം നമ്മുടെ അനീഷേട്ടൻ തിങ്ക് ചെയ്തതുപോലെ ഒരു പ്രേമം, വിവാഹം, ആ ഒരു മൂഡിലേക്കൊക്കെ ചില ആൾക്കാരെടുക്കും. അനീഷേട്ടൻ അങ്ങനെ എടുത്തു. ഒരു നാട്ടും പുറത്തുകാരനാണ്. അപ്പം അത് അനിമോള് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് രാവിലെ അനീഷേട്ടൻ പറഞ്ഞപ്പോൾ. അതിനുശേഷവും നമ്മുടെ മഞ്ഞ കൗച്ചുണ്ടല്ലോ, അവിടെ അനീഷേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കൗച്ചിന്റെ കൈഭാഗത്ത് അനിമോള് വന്നിരിക്കുകയാണ്. ഇങ്ങനെ അടുത്ത് എന്താ ഒരുപാട് ഗ്യാപ്പില്ല ഇവരുടെ ഇടയ്ക്ക്. ആ ഒരു ഇരിപ്പൊക്കെ ഇരിക്കാനായിട്ട് അനിമോൾ എന്തിനാണ് പോയി നിന്ന് കൊടുക്കുന്നത്? വീണ്ടും അതൊക്കെ കാണുമ്പോൾ പുള്ളി പക്ഷേ അതിനെ പിന്നെ ഒരു ഇതായിട്ട് എടുക്കുന്നില്ല. പുള്ളിക്ക് താല്പര്യമില്ല, ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ പോലും അങ്ങനെയുള്ള ഇരുത്തങ്ങൾ പോലും ഒരാൾക്ക് നമ്മുടെ ചില ബിഹേവിയർ കൊണ്ട് അയാൾക്ക് നമ്മളോടൊരു സ്നേഹം തോന്നി, പക്ഷെ നമ്മൾ അയാളെ അങ്ങനെ കണ്ടിട്ടില്ല, നമുക്ക് അങ്ങനെ കാണാനും പറ്റത്തില്ലെങ്കിൽ പിന്നെ അയാളുടെ അടുക്കലോട്ട് പണ്ട് നിന്ന് അതേ രീതിയിൽ പുള്ളിയെ കെയർ ചെയ്യാനും പുള്ളിയോട് സംസാരിക്കാനും ചെല്ലാതിരിക്കുക. അത് പിന്നെ അവർക്ക് ഹോപ്പ് കൊടുക്കും. ഇല്ലേ? കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അത് മതി. ഞാൻ ഗ്യാപ്പ് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നേരത്ത് അങ്ങ് ഗ്യാപ്പ് ഇടുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ബിഹേവിയറിൽ പോലും കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കാം. ഇതിപ്പോൾ ഈ ഒരു കേസിൽ വരെ രണ്ടുപേരും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരും അവിടെ ഗെയിം കളിക്കാൻ ചെന്നു, രണ്ടുപേരും ഗംഭീരമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അപ്പൊ പിന്നെ രണ്ടുപേരും കുറ്റം പറയാൻ പറ്റുമോ? ബിഗ് ബോസ് കുറ്റം പറയുമോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതുവരെ ഇപ്പം നമ്മുടെ ആദിലെ അടുക്കൽ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്, എന്തോ സംഗതി ഉണ്ട്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം അതിലെ പറയുന്നു, ചേട്ടാ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് അവളുടെ കാര്യമാണ്, അവളാണ് പറയേണ്ടത്, ഞാൻ പറയുന്നില്ല. അതിലെ ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ആദിലയുടെ ആ ഒരു ക്വാളിറ്റിക്ക് ഞാൻ 100ൽ 100 മാർക്ക് കൊടുക്കുന്നു, കയ്യടിയും കൊടുക്കാം. കാരണം അതിലെ പറഞ്ഞില്ല. അതിലെ പറഞ്ഞായിരുന്നെങ്കിൽ അതിലെ കാണിച്ചു വെച്ച് അറ്റത്തിൽ വന്ന് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. കാരണം അത് അനിമോളും അനീഷും തമ്മിലുള്ള പ്രശ്നമെന്ന് തന്നെ വെച്ചോ. അത് അനിമോക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അനിമോൾക്ക് ഒരു സുഹൃത്തിനോട് പറയണം, സുഹൃത്തിനോട് പറഞ്ഞു, മനസ്സിലായില്ലേ? ആ സുഹൃത്ത് അത് കീപ്പ് ചെയ്യുക. ഇനിയും അനിമോളായിട്ട് എല്ലാവരോടും പറയുകയാണെങ്കിൽ ഓക്കെ. അവിടെ സംശയങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഷാനവാസൊക്കെ പറയുന്നുണ്ട്, ഇനി ഇവർ തമ്മിൽ ഇനിയിപ്പം ഈ അനീഷേട്ടനല്ല ആദിലയും നമ്മുടെ ഷാനവാസും ഇരിക്കുമ്പോഴത്തേക്ക് പുറത്തു പോയിട്ട് നമ്മുടെ ഊഞ്ഞാലിൽ പോയിരുന്നിട്ട് അവിടെ നിന്ന് അനീഷേട്ടൻ്റെ ആട്ട് കിട്ടി, പിന്നെ അകത്ത് വന്നു, അനീഷേട്ടൻ തേരാപ്പാര നടക്കുന്നുണ്ട്, അവിടെയും അനീഷേട്ടൻ്റെ പുറകെ നടക്കുന്നുണ്ട് അനിമോള്. അപ്പം അതൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഇവർ തമ്മിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പം എല്ലാവരും കുത്തി എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി പുറകെ ചെല്ലും. ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു പോകേണ്ട അവസ്ഥ വരെ വന്നേക്കാം. പക്ഷെ ഇതുവരെയായിട്ട് 3 പേരും, ആദിലയും നൂറയും അനിമോളും പറഞ്ഞിട്ടില്ല. അനിമോള് വേറെ പല കാര്യങ്ങളാണ് പറയുന്നത്, അനാർ എടുത്തപ്പോൾ കൊടുത്തില്ലെന്നോ അങ്ങനെ ഓരോ റീസണൊക്കെ. പക്ഷെ ഷാനവാസ് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊന്നും അവൻ വഴക്കിടത്തില്ല. എന്താ കാര്യം എന്നിട്ട് അറിയാതെ ഷാനവാസ് ഇത് പറയുന്നുണ്ട്. ഇനിയും ലവ് ട്രാക്ക് എങ്ങാനും ഇവർ പിടിച്ചോ എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും വരും. അനീഷും അനിമോളും ചെയ്യേണ്ട ഒരു കാര്യം, അനീഷ് ഇപ്പം എന്തായാലും അത് ചെയ്യത്തില്ല, അനീഷ് ഇനി മിണ്ടാനൊന്നും പോകത്തില്ല, അനീഷ് ഗ്യാപ്പിട്ട് ഇതായിരിക്കും അനീഷേട്ടൻ ചെയ്യാൻ പോകുന്നത്. അനിമോള് ചെയ്യേണ്ട കാര്യം മാക്സിമം പുള്ളിയുടെ പുറകെ അറ്റ്ലീസ്റ്റ് ഇന്നത്തേക്ക്, മനസ്സിലായില്ലേ? നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പം എന്താണെങ്കിലും ഈ വിഷയം ചോദിച്ചിരിക്കും. ലാലേട്ടൻ ഇത് ചോദിക്കാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. കാരണം ഈ ആഴ്ചയിലെ ഒരു മെയിൻ ഒരു സാധനമാണ് അനീഷ് അനിമോൾ പ്രണയം. അതുകൊണ്ട് തന്നെ അത് നാളെ ചോദിക്കുമ്പോൾ എല്ലാവരും അറിയും. അങ്ങനെ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ അറിഞ്ഞാൽ മതി. അങ്ങനെ ചോദിക്കുമ്പോൾ മാത്രം ബാക്കിയുള്ളവർ അറിയുന്നുണ്ടെങ്കിൽ ഇവരുടെ അകത്തെ ആ ഒരു ബോണ്ട്, അല്ലെങ്കിൽ അനിമോള് ആദില നൂറ ഇവരുടെ ഒരു ക്വാളിറ്റിയാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഇത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അറിയുന്നത് ഓക്കെ. അതല്ലാതെ അവർ തന്നെ ഇങ്ങനെ ഒരാളോട് പറഞ്ഞു, മറ്റൊരാളോട് പറഞ്ഞു, അത് ഏതൊക്കെ രീതിയിലേക്ക് കൺവേർട്ടായി പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. പല ആളുകൾ ഇവരെല്ലാവരും അറിഞ്ഞു കഴിയുമ്പം
ഉറപ്പായിട്ടും നാളെ ഇത് പുറത്തറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉള്ള കണ്ടസ്റ്റൻസ്, നമ്മളൊക്കെ അറിഞ്ഞു, അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ബാക്കിയുള്ള ഒരു ഷാനവാസ് ഉൾപ്പെടെ അറിയുമ്പോൾ, അല്ലെങ്കിൽ അക്ബർ ഉൾപ്പെടെ അറിയുമ്പോൾ ഉറപ്പായിട്ടും അവരിതിനെ ചർച്ച ചെയ്ത് ഏതൊക്കെ രീതിയിലേക്ക് കൊണ്ടുപോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇന്നേ അത് കൊടുക്കുമ്പോഴത്തേക്ക്, ഇന്നേ എല്ലാവരും അറിയുമ്പോഴത്തേക്ക് ചർച്ച ചെയ്ത് വളരെ മോശമാക്കും. നാളെ ലാലേട്ടന്റെ വായിൽ നിന്ന് ഇത് വീണിട്ടാണ് ബാക്കി എല്ലാവരും അറിയുന്നതെങ്കിൽ ഒരു പരിധി കൂടുതൽ ഇതിനെ മോശമായിട്ട് വേറെ രീതിയിലേക്ക് ആരും എടുത്തുകൊണ്ട് പോയി കളിയാക്കാനോ പിടിക്കാനോ നിൽക്കത്തില്ല. പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് അനീഷേട്ടനെ കളിയാക്കിയാലും പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി മാറി, പുള്ളി ആ ഒരു സാധനം, പുള്ളിയുടെ അകത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പറഞ്ഞു. അനുമോൾ വളരെ നീറ്റായിട്ടാണോ തിരിച്ചുള്ള റിപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോളുടെ ശോകം, അനുമോളുടെ ജീവിതം അങ്ങനെയാണ്, കുറേ ലോണുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എനിക്ക് കല്യാണമൊന്നും ഒരു പണി കിട്ടിയതാണ്, അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് പകരം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അനീഷിനോട് പറയണമായിരുന്നു. അനീഷേട്ടാ എനിക്ക് അങ്ങനെ താല്പര്യമില്ല, ഞാൻ നിങ്ങളെ അങ്ങനെ അല്ല കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മുടെ അതിലെയും അനുമോളും നമ്മുടെ ഷാനവാസിക്കയും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇതിനായിട്ടും അവർ പറഞ്ഞിട്ടില്ല. മിക്കവാറും ചിലപ്പോൾ പറയുമായിരിക്കും ഷാനവാസിനോട്, പ്രത്യേകിച്ച് ഷാനവാസിന് സംശയം തോന്നി. അപ്പം അനീഷിൻ്റെ കൂട്ടുകാരനുമാണ്, ഷാനവാസ് പറയുന്നുണ്ട് അവൻ എന്തോ ഡൗൺ ആയിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറഞ്ഞേക്കും. എനിക്ക് തോന്നുന്നു, ഞാൻ വോയിസ് കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, എനിക്ക് പറയുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ പറയുവാണെങ്കിൽ തന്നെ ഷാനവാസിൻ്റെ ഇടയ്ക്ക് നിൽക്കുവാണെങ്കിൽ വലിയ കാര്യം. അതല്ലാതെ ഇനി അവിടുന്ന് കൈമറിഞ്ഞ് ഇനി അടുത്ത ആള് അക്ബർ, നെവിന്, ഇങ്ങനെ അങ്ങോട്ട് ഇന്ന് പോകണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്കുള്ളത്. പിന്നെ അവരുടെ ആ ഒരു സാധനം അതവിടെ തീർന്നു കേട്ടോ. നാളെ തൊട്ട് നമുക്ക് പുതിയ കണ്ടന്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ അവരുടെ പ്രണയം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ജയിൽ നോമിനേഷനിൽ സാബുമാൻ, ഞാനത് കേട്ടിട്ടില്ല. ഒരു പരിധി കൂടുതലെന്നല്ല, ഞാനത് കണ്ടില്ല, മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ അനീഷേട്ടൻ അപ്പോഴും അനുമോളുടെ പേര് പറഞ്ഞത്, രാവിലെ പ്രേമം പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം ജയിൽ നോമിനേഷന് പിടിച്ചിട്ടു. അത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വേണ്ടായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു നാട്ടിൻപുറത്തെ ഒരു മനുഷ്യൻ, നിങ്ങൾ ആ പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് അതൊന്നും ചിന്തിക്കുകയാണെങ്കിൽ, പുള്ളി രാവിലെ ഒരു ഇഷ്ടം പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്തില്ല, എന്താണെങ്കിലും ഒരു ദേഷ്യം, എന്താണെങ്കിലും ഒരു ചെറിയ ദേഷ്യം ഉള്ളിൽ കാണും. ചിലപ്പോൾ ആ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും ജയിൽ നോമിനേഷനിൽ പിടിച്ച അനുമോളുടെ പേര് പറഞ്ഞത്. അതും വളരെ ഒരു ഒട്ടും കറക്റ്റായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കാരണങ്ങളല്ല പറഞ്ഞതെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് ഒരു കുഞ്ഞു ദേഷ്യം കാണും, അതിൻ്റെ പേരിൽ അങ്ങ് ജയിൽ നോമിനേഷനിൽ ഇട്ടു. പക്ഷെ അത് വേണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷേ ഒട്ടുമിക്ക എല്ലാ മനുഷ്യന്മാരും കാണിക്കുന്ന പരിപാടി തന്നെ പുള്ളി കാണിച്ചുള്ളൂ. അതും കൂടെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പുള്ളി ജെനുവിനായിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് പുള്ളി ജയിൽ നോമിനേഷൻ വന്നപ്പോൾ അനുമോളുടെ പേര് പറഞ്ഞത്. ഇല്ലെങ്കിൽ അതൊരു അഭിനയമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി ഉച്ചയ്ക്ക് ശേഷം മറ്റേ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ അനുമോളുടെ പേര് പറയത്തില്ല. കാരണം അത് വിട്ടു എന്ന് പറഞ്ഞെങ്കിൽ തള്ളി മാറിയേനെ. ഇത് പുള്ളി ജെനുവിനാണ്. പുള്ളി കഴിഞ്ഞ ദിവസം വരെ സപ്പോർട്ട് ചെയ്തു. പുള്ളി രാവിലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അവൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരു വിഷമവും ഒരു സങ്കടവും ഒരു ദേഷ്യവും ഒക്കെ മനസ്സിലുണ്ട്. നോർമൽ ഒരു മനുഷ്യൻ അങ്ങനെ ആയിരിക്കത്തില്ലേ? നിങ്ങൾ പറ, നോർമൽ ഒരു മനുഷ്യൻ അങ്ങനെ ആയിരിക്കത്തില്ലേ? ഒരു ദേഷ്യം വരത്തില്ലേ? അറ്റ്ലീസ്റ്റ് ആ ഒരു ദിവസമെങ്കിലും ഒരു ദേഷ്യം വരത്തില്ലേ? അത് പുള്ളിക്കും കാണും. അതിൻ്റെ പുറത്ത് പുള്ളി ജയിൽ നോമിനേഷനിൽ അനുമോളുടെ പേര് പറഞ്ഞു. എനിക്ക് അതിനെ അങ്ങനെയാകട്ടെ കാണാൻ തോന്നുന്നത്. വേറെ പല ആളുകളും പലതാണ് പറയുന്നത്. അനുമോളെയും അനീഷേട്ടനെയൊക്കെ മറ്റേ വെച്ചങ്ങോട്ട് സെഞ്ചിട്ട പരിപാടിയാണ്. എന്തിന്? അവർ രണ്ടുപേരും ഗെയിമേഴ്സാ, അവർ കളിക്കട്ടെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ മനുഷ്യന്മാരാ, അവർക്ക് ഫീലിങ്സ് കാണും. അത് അവരവിടെ കാണിച്ചു. പ്രത്യേകിച്ച് അനീഷേട്ടൻ കാണിച്ചു. മനസ്സിലായോ? അനുമോൾ എന്താ ചെയ്തതിനകത്ത് ഇത്ര വലിയ കുറ്റം? അനുമോള് പുള്ളിയെ കെയർ ചെയ്തു. അത് ഒരു മനുഷ്യനെ കെയർ ചെയ്യുന്ന അത്ര വലിയ തെറ്റാണോ? പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ കെയർ ചെയ്തപ്പോഴത്തേക്ക് അത് എല്ലാവരും ഒരേപോലെ എടുക്കണമെന്നില്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെയും കൂടെ നോക്കിയിട്ട് വേണം. അനീഷേട്ടൻ വന്നിട്ട് ഇങ്ങനെ ലൈഫ് വല്ലാതെ ഒരാളായ അങ്ങനെ പോയ ഒരു മനുഷ്യൻ, പിന്നെയും പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരുപാട് കെയർ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഇങ്ങനെ ഒരു സാധനം വരുമെന്ന് അനുമോൾ ചിലപ്പോൾ ചിന്തിച്ച് കാണത്തില്ല. മനസ്സിലായില്ലേ? ഈ തമാശയ്ക്ക് ഇങ്ങനെ കളിയാക്കിയും. പക്ഷേ ഒരു പരിധി കൂടുതൽ അനുമോളുടെ കളിയാക്കലും ഈ പ്രേമം പറയുന്ന രീതിയും കുറച്ച് നാണക്കൂടുതലും അതൊക്കെ കുറച്ച് ഓവറായിരുന്നു. അത് ചിലപ്പോൾ ആ രീതിയിലുള്ള മൈൻഡുള്ളൊരു വ്യക്തിക്ക് ചിലപ്പോൾ അതിനെ അങ്ങനെ എടുക്കാൻ പറ്റും, ആ ഒരു ലാഘവത്തിലെടുക്കും. നമ്മുടെ അനീഷേട്ടൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. മനസ്സിലായില്ല? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പുള്ളി ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ. അയാൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചിലപ്പോൾ അത് 2-3 ദിവസത്തെ പുള്ളിയുടെ ആ ഒരു പ്രകടനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അനുമോളോടൊരു പരിധി വിട്ടുള്ള കെയറിങ്ങും സ്നേഹവും അത്രേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ആരെയും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരുപാട് അങ്ങോട്ട് കുത്താൻ പറ്റത്തില്ല. രണ്ടുപേരുടെ സൈഡിൽ നിന്ന് നമ്മൾ തിങ്ക് ചെയ്ത് നോക്കുക. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ പ്രിയ പ്രേക്ഷകരെ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പം ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.